നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന ചാപ്റ്ററിലേക്കാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റിലേക്കാണ് ഇന്ന് വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു അസർട്ടൈൻ ദി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എത്രയോ ആ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരു പീരിയഡിക്കൽ അല്ലെങ്കിൽ ഒരു ഇന്റർവൽ പീരീഡ് ഉണ്ടെങ്കിൽ ആ ഇന്റർവൽ പീരീഡിൽ എത്രത്തോളം ഒരു പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് എല്ലാ എലിമെന്റ്സുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോസ്റ്റ് ഷീറ്റിൽ ഉള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പറയേണ്ട കേസ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബേഴ്സ് ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഡയറക്റ്റ് ലേബേഴ്സും മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്സ്പെൻസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈം കോസ്റ്റ് കിട്ടും. ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വർക്ക് കോസ്റ്റോ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റോ കിട്ടും. പേര് മാത്രം കേട്ടോ, വർക്ക് കോസ്റ്റ് ആയാലും ഫാക്ടറി കോസ്റ്റ് ആയാലും സംഗതി ഒന്നാണ്. അപ്പൊ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. ഈ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടുകയാണെങ്കിൽ, മീൻസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകൾ ഉണ്ടാവില്ലേ, മാനേജേഴ്സിന്റെ സാലറീസ് ഉണ്ട്, ഓഫീസ് സ്റ്റാഫിന്റെ ഒക്കെ സാലറീസ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെൻസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇനി പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ കോസ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെയിൽസ് എന്ത് ചെയ്യാം? സെയിൽസ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ കോസ്റ്റ് ഷീറ്റിൽ ഒരു സ്ട്രക്ചറും കാര്യങ്ങളുണ്ട്. നമുക്ക് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് പ്രൈം കോസ്റ്റും വർക്ക് കോസ്റ്റും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ കണ്ടെത്താൻ നോക്കാം. എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കുക. ഫസ്റ്റ് ഇലിസ്ട്രേഷൻ നോക്കാം. നമുക്ക് അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇലിസ്ട്രേഷനിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടെത്താനാണ് പറയുന്നത്. അതുപോലെ വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ്, കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്, ദെൻ പ്രോഫിറ്റ്. സോ നമുക്ക് തന്നിരിക്കുന്ന വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര ഉണ്ട്? 20,000 രൂപ ഉണ്ട്. അതുപോലെ ഡയറക്റ്റ് ലേബേഴ്സ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 10,000 രൂപ. ഫാക്ടറി എക്സ്പെൻസസ് സോ നമുക്ക് എത്ര കിട്ടി? 7,000 രൂപ. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നമുക്ക് 5,000 രൂപ. ദെൻ സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസ് നമുക്ക് എത്ര? 7,000 രൂപ. ടോട്ടൽ സെയിൽസ് 60,000 രൂപയാണ് തന്നിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ പ്രൈം കോസ്റ്റ് അതുപോലെ വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കണ്ടെത്താന്ന് ശ്രമിക്കാം. സോ ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എടുത്ത ആ എമൗണ്ടുകൾ നോക്കിയാൽ മതി. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് എത്ര? 20,000 രൂപ. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ അതിന്റെ കൂടെ ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30,000 രൂപ കിട്ടി. അതാണ് നമ്മളെ പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് പ്രൈം കോസ്റ്റ് എന്നത്. ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ, ഫാക്ടറിയിൽ ഉണ്ടായ ചെലവുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. 35,000 രൂപ വർക്ക് കോസ്റ്റ് ആയിട്ട് കിട്ടും. അതിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകൾ, അതായത് നമ്മൾ മാനേജേഴ്സിന്റെ സാലറി ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറെ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതൊരു 5,000 രൂപ നമുക്ക് തന്നിട്ട് അത് എന്ത് ചെയ്യാം? നമ്മൾ ഈ വർക്ക് കോസ്റ്റിന്റെ കൂടെ ആഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൂടെ 7,000 രൂപ. ഈ 7,000 രൂപന്റെ കൂടെ ഈ 42,000 ആഡ് ചെയ്യും നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ കോസ്റ്റ് ആയ 49,000 രൂപ നമുക്ക് എന്തുണ്ട്? ടോട്ടൽ ചെലവ് വന്നിട്ടുണ്ട്.
ഇത്രേ ഉള്ളൂ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് കോസ്റ്റ് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് അല്ല, പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറി ഓവർ ഹെഡ് കോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. സോ ഈ വർക്ക് കോസ്റ്റിന്റെ കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദെൻ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 49,000. ആ കണക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 60,000 രൂപയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് 49,000 രൂപ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? പ്രോഫിറ്റ് ആയ 11,000 രൂപ കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഒരു കോസ്റ്റ് ഷീറ്റിന്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയലിന്റെ 20,000, ലേബേഴ്സ് 10,000, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ ഫാക്ടറി എക്സ്പെൻസ് അതിന്റെ കൂടെ ആഡ് ചെയ്തത്, പ്രൈം കോസ്റ്റിന് കൂടെ ഫാക്ടറി എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വർക്ക് കോസ്റ്റ് കിട്ടി. ഈ വർക്ക് കോസ്റ്റിന്റെ കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആയ 5,000 രൂപ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കിട്ടി. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 49,000 കോസ്റ്റ് കിട്ടി. ദെൻ സെയിൽസ് നമ്മൾ എന്ത് ചെയ്തു? ആ എമൗണ്ട് കുറച്ചു. അടുത്തത് ഇല്ലുസ്ട്രേഷൻ 2 ആട്ടോ നമ്മൾ നോക്കുന്നത്. ഈ ഇല്ലുസ്ട്രേഷൻ 2 എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ്, കോസ്റ്റ് ഓഫ് സെയിൽസ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് കണ്ടെത്തണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഈ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലത്. അപ്പൊ ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് ഉറപ്പാണ് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസ്, ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ലേബർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ദെൻ വേജ് ഓഫ് ഫോർമാൻ ഫാക്ടറി കോസ്റ്റ് ആയി കണക്കാക്കുന്നു. അതുപോലെ ഇലക്ട്രിസിറ്റി പവർ, ഇത് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് ആണ്. ദെൻ ലൈറ്റിംഗ് ഫാക്ടറീസ്, അപ്പൊ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ലൈറ്റിംഗ് ഉണ്ട്, അപ്പൊ അതും എന്താണ്? ഫാക്ടറി കോസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ ഓഫീസിലേക്ക് ലൈറ്റിംഗ് ഉണ്ട്, ഇത് നമ്മൾ അഡ്മിനിസ്ട്രേഷനിലേക്കാണ് പോകുന്നത്, കാരണം ഓഫീസിന്റെ ചെലവാണ്, അതൊരിക്കലും ഫാക്ടറിന്റെ ചെലവല്ല. ദെൻ അടുത്തതാണ് സ്റ്റോർ കീപ്പർ വേജ്, ഫാക്ടറിയിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റോർ കീപ്പർക്ക് കൊടുക്കുന്ന വേജ്, അതെന്താണ്? ഫാക്ടറി കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ദെൻ ഓയിൽ ആൻഡ് വാട്ടർ, ഫാക്ടറിയിലേക്ക് ആവശ്യമുള്ള ഓയിലും വാട്ടേഴ്സും, അതെന്താണ്? ഫാക്ടറിന്റെ ഓവർ ഹെഡിലേക്ക് ആഡ് ചെയ്യും. ദെൻ റെന്റ് ഓഫ് ഫാക്ടറി, റെന്റ് ഓഫ് ഓഫീസ്, ഇവിടെ 2 എമൗണ്ട് ഉണ്ട്. ഇതിൽ നമുക്ക് റെന്റില് ഫാക്ടറി ഓവർ ഹെഡൊക്കെ എന്ത് ചെയ്യും? ഈ എമൗണ്ട് എടുക്കും. ഈ ഒരു എമൗണ്ട് നമ്മൾ ഏതൊക്കെ എടുക്കും? ഓഫീസിന്റെ എമൗണ്ടിലേക്ക് എടുക്കുള്ളൂ. റെന്റ് എന്ന രീതിയിൽ നമ്മൾ എടുക്കണം. ദെൻ റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, റിന്യൂവലും റിപ്പയറും ഉണ്ട്. അപ്പൊ ആകെ ഉള്ളത് ഫാക്ടറി പ്ലാന്റ് ആണ്. അപ്പോൾ ഫാക്ടറി പ്ലാന്റ് എന്ത് ചെയ്യും? നമ്മള് ഫാക്ടറി ഓവർ ഹെഡിലേക്ക് എടുക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന വേറൊരു കാര്യമാണ് ട്രാൻസ്ഫർ ടു റിസർവ്. ഇത് നമുക്ക് എവിടെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇത് തെറ്റായിട്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മളൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ അധികം ഒരു ട്രാൻസാക്ഷൻ ഒക്കെ വെറുതെ കാണിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഷെയർസ്, റൈറ്റ് ഓഫ്, ഇതൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമുക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ദെൻ അടുത്തൊന്ന് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ ആവശ്യമുണ്ട്. ഇതിൽ 2 ഡിപ്രീസിയേഷൻ ഉണ്ട്, ഫാക്ടറി പ്ലാന്റിന് ഡിപ്രീസിയേഷൻ ഉണ്ട്, ഓഫീസ് ഉണ്ട്. ഇതിൽ ഓഫീസ് പ്രിമിസസ് എന്താണ്? ഓഫീസ് കോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിലേക്ക് പോകും. ഫാക്ടറി പ്ലാന്റ് നമ്മളെ ഫാക്ടറി ഓവർ ഹെഡിലേക്ക് പോകുന്നതാണ്. ദെൻ കൺസ്യൂമറബിൾ സ്റ്റോർ, ദാറ്റ് വിൽ ഗോസ് ടു ദി ഫാക്ടറി ഓവർ ഹെഡ്സ്. ദെൻ മാനേജേഴ്സിന്റെ സാലറി, ഡയറക്ടേഴ്സിന്റെ സാലറി, ഓഫീസ് സ്റ്റേഷനറീസ്, ടെലിഫോൺ, പോസ്റ്റേജ്, ഇതെല്ലാം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിലേക്ക് പോകുന്നതാണ്. ദെൻ സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ്മാൻ സാലറി, ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, വെയർ ഹൗസ് ചാർജസ് ആൻഡ് ഇതൊക്കെ എന്താ? നമ്മളെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. ദെൻ കാരേജ് ഔട്ട്വേർഡ്, കാരേജ് ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടുത്തെ എന്തെങ്കിലും സാധനം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയും. യൂഷ്വലി നമ്മളെ പ്രൊഡക്ട്സിന് നമ്മൾ വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയും. ദെൻ ഡിവിഡൻഡ്, ഡിവിഡൻഡ് ഒരിക്കലും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നില്ല, അതൊക്കെ ഇവിടെ വരുന്നുള്ളൂ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം,
then cost of productions, cost of sales, then profit from the total sales നമ്മൾ എന്ത് ചെയ്യണം, ഈ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ കാണാൻ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പർട്ടിക്കുലേഴ്സ് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് കോസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണാം. അപ്പൊ ആദ്യത്തെ കോസ്റ്റ് നമ്മൾ നോക്കാം, എന്താണ് കോസ്റ്റ് നോക്കാം. ആദ്യത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ 1,00,000 രൂപയാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ 1,00,000 രൂപ. ഡയറക്റ്റ് മെറ്റീരിയൽ 1,00,000 രൂപ. 10,000 1,00,000 രൂപ. പിന്നെ അടുത്ത ഡയറക്റ്റ് ലേബർ ആണ്. ഡയറക്റ്റ് ലേബർ എത്ര രൂപ ഉണ്ടായിരുന്നു? ഡയറക്റ്റ് ലേബേഴ്സ് എത്രയായിരുന്നു? ഡയറക്റ്റ് ലേബർ കിടക്കുന്നത് 30,000 രൂപയാണ്. ഡയറക്റ്റ് ലേബർ ആയിട്ട് വന്നത് 30,000 രൂപ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് ചെയ്ത് നമുക്ക് കിട്ടും പ്രൈം കോസ്റ്റ് കിട്ടും. സോ പ്രൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയൽ. രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,30,000 രൂപ. അപ്പോൾ ഇതെന്താ നമ്മളെ പ്രൈം കോസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നു. ഒരു 1,30,000 നമ്മളെ പ്രൈം കോസ്റ്റ്. ദെൻ ഈ പ്രൈം കോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എന്തൊക്കെയാണ് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ കണ്ടെത്തിയ നേരത്തെ വേജസ് ഓഫ് ഫോർമാൻ അല്ലെ, വേജസ് ഓഫ് ഫോർമാൻ എന്താണ്? ഒരു ഫാക്ടറി കോസ്റ്റ് ആണ്. എത്ര എമൗണ്ട്? 2,500. ദെൻ 2,500. അടുത്തത് ഇലക്ട്രിസിറ്റി പവർ 500 രൂപ. ഇതും ഫാക്ടറിയിലേക്കാണ് യൂസ് ആയിട്ട് വരും. അപ്പൊ പവർ 500 രൂപ. ദെൻ അടുത്തതാണ് ലൈറ്റിംഗ് ഫാക്ടറി 1,500 രൂപ. അപ്പൊ അതും ലൈറ്റിംഗ് 1,500 രൂപ. ദെൻ അടുത്തത് സ്റ്റോർ കീപ്പറുടെ വേജ് 1,000 രൂപ. അപ്പൊ സ്റ്റോർ കീപ്പർ വേജ് അല്ലെ, സ്റ്റോർ കീപ്പർ വേജ് 1,000 രൂപയാണ്. 1,000 രൂപ. ദെൻ അടുത്തത് നോക്കാം, ഓയിൽ ആൻഡ് വാട്ടർ 500 രൂപ. ഓയിലും വാട്ടറും അല്ലെ, ഓയിൽ ആൻഡ് വാട്ടർ 500 രൂപ. 500 രൂപ തന്നെ. അത് 500 രൂപ തന്നെ. ദെൻ റെന്റ് ഉണ്ട്. ഫാക്ടറിന്റെ റെന്റ് എത്രയാണ്? 5,000 രൂപ. ഫാക്ടറിന്റെ റെന്റ് 5,000 രൂപ. ഫാക്ടറി റെന്റ് 5,000 രൂപ. ദെൻ നമുക്ക് അടുത്ത ഓഫീസിന്റെ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, അത് അഡ്മിനിസ്ട്രേഷനിലേക്കാണ് പോകുന്നത്. റിപ്പയർ ആൻഡ് റിന്യൂവൽ ഫാക്ടറി പ്ലാന്റ് 3,500 രൂപ. അപ്പൊ അതും ഇതിലേക്ക് എടുക്കണം. അപ്പൊ റിപ്പയർ 3,500 രൂപ. ദെൻ അടുത്തത് ട്രാൻസ്ഫർ ടു റിസർവ്. അത് നമുക്ക് ആവശ്യമില്ല, കാരണം അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്നതാണ്. ഡിസ്കൗണ്ടിങ് ഷെയർ ഓൺ റിട്ട് ഓഫ്, ഇതും ഇവിടേക്കല്ല, അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇതിലേക്കും പോകും. ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ്. ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് എത്രയാണ് വരുന്നത്? ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് 500. ഓഫീസ് പ്രിമിസസ് ആണ് 1,250. അപ്പോ ഇതിലേക്ക് നമുക്കിപ്പോ ഫാക്ടറി കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫാക്ടറിന്റെ പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ മാത്രം എടുത്താൽ മതി. അപ്പൊ ഡിപ്രീസിയേഷൻ ഫാക്ടറി പ്ലാന്റ് എത്ര എമൗണ്ട്? 500 രൂപ. അടുത്തത് വെച്ചാല് കൺസ്യൂമബിൾ സ്റ്റോറിന്റെ എമൗണ്ട് 2,500 രൂപ. കൺസ്യൂമബിൾ സ്റ്റോർ 2,500.
ഇനി ഇനി എന്തെങ്കിലും നമ്മൾ ഫാക്ടറി കോസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നോക്കാം. മാനേജർ സാലറി ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഒക്കെ നമ്മൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ് ഒക്കെ അഡ്മിനിസ്ട്രേഷനിലേക്ക്, സെയിൽസും. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഫാക്ടറി ഓവർഹെഡിന്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സമ്മേഷൻ നോക്കാം നമുക്ക് എത്രയാണ് കിട്ടുന്നത്. ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? അപ്പൊ നമുക്ക് ഫാക്ടറി ഓവർഹെഡിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് 17,500 രൂപയാണ് ഫാക്ടറി ഓവർഹെഡിന്റെ എല്ലാത്തിന്റെ സമ്മേഷൻസ്. നമുക്ക് ഈ ഫാക്ടറി ഓവർഹെഡിന്റെ എമൗണ്ടും അതുപോലെ പ്രൈം കോസ്റ്റും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും, അതല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. സോ ഫാക്ടറി കോസ്റ്റ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് നമുക്ക് എന്താണ് ഫാക്ടറി ഓവർഹെഡ്. അപ്പൊ നമുക്ക് വർക്ക് കോസ്റ്റ് ആയിട്ട് 1,47,500 രൂപ എന്ത് കിട്ടി? വർക്ക് കോസ്റ്റ് ആയിട്ട് കിട്ടി. ഇനി വർക്ക് കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഏതൊക്കെ നോക്കാം. നമ്മളിവിടെ വരുന്നു, നേരെ വന്നിട്ട് ലൈറ്റിംഗ് ഉണ്ട്. ഇവിടെ ലൈറ്റിംഗ് എത്രയാണ്? ഓഫീസിൽ 500 രൂപ. ലൈറ്റിംഗ് 500 രൂപ. ദെൻ പിന്നെ എന്ത് വരുന്നത്? റെന്റ് ഉണ്ട് ഓഫീസിന് 2,500 രൂപ. റെന്റ് ഓഫീസ് 2,500 രൂപ. ദെൻ അടുത്തത് റിപ്പയർ ഉണ്ടോ? ഇല്ല. ട്രാൻസ്ഫർ ഉണ്ടോ? ഇല്ല. ദെൻ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓഫീസ് പ്രിമിസസ് എത്ര ഉണ്ട്? 1,250 രൂപ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫീസ് ഇപ്പോൾ എത്ര? 1,250 രൂപയാണ് ഡിപ്രീസിയേഷൻ ഓഫീസിൻ്റെ വരുന്നത്. ദെൻ കൺസ്യൂമബിൾ സ്റ്റോറേജ് ഇല്ല. പിന്നെ നമുക്കുള്ളത് എന്താണ്? മാനേജറുടെ സാലറിയാണ്. മാനേജറുടെ സാലറി എത്രയാണ്? നമുക്ക് 5,000 രൂപ. പിന്നെ ഡയറക്ടേഴ്സിന്റെ ഫീ 1,250 രൂപ. ഡയറക്ടേഴ്സിന്റെ ഫീസ് എത്ര എമൗണ്ട് പറഞ്ഞത്? 1,250 രൂപ. 1,250 രൂപ. ദെൻ ഓഫീസിന്റെ സ്റ്റേഷനറി എമൗണ്ട്. ഓഫീസ് സ്റ്റേഷനറി നമുക്ക് എത്ര എമൗണ്ട്? ഓഫീസ് സ്റ്റേഷനറി 500 രൂപയാണ്. 500 രൂപ. ദെൻ നമുക്ക് ടെലിഫോൺ ചാർജ് എത്ര എമൗണ്ട്? 125 രൂപ. 125 രൂപ. ഇതിനടുത്തതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പോസ്റ്റേജ് എത്ര എമൗണ്ട് പറയുന്നത്? 250 രൂപ. 250 രൂപ. ദെൻ നമുക്ക് കിട്ടാനുള്ള ഇനി നോക്കാള് പോസ്റ്റേജ്, ടെലിഗ്രാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും നമ്മൾ എടുത്തിട്ടുണ്ടോന്ന് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെല്ലാം എടുത്തിട്ടുണ്ടെന്ന് ബോധ്യം വന്നു. സോ ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് സമ്മേഷൻ ചെയ്യാം. കൂട്ടാന്ന് പറയും കേട്ടോ. അപ്പൊ നമുക്ക് ഓഫീസ് കോസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 11,375 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. ഈക്വൽ ടു വർക്ക് കോസ്റ്റ് പ്ലസ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ എമൗണ്ട് ആഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ എമൗണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും?
ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സെല്ലിങ്ങിന്റെ കോസ്റ്റുകൾ നോക്കാം. സെല്ലിങ്ങിന്റെ കോസ്റ്റ് പറഞ്ഞാൽ സെയിൽസ്മാന്റെ സാലറി, സെയിൽസ്മാൻ സാലറി എത്ര എമൗണ്ട്? 1250 രൂപ. ദെൻ അടുത്തത് ട്രാവലിംഗ് എക്സ്പെൻസസ്. ട്രാവൽ എക്സ്പെൻസ് എത്രയായിരുന്നു? 500 രൂപ. ദെൻ അഡ്വർടൈസ്മെന്റ് എത്ര? 1250 രൂപ. 1250 രൂപ. ഇത് നമുക്ക് എന്താ ട്രാവലിംഗ് എക്സ്പെൻസ് എടുത്തു. പിന്നെ അടുത്ത വെയർ ഹൗസിന്റെ ചാർജ്, അതൊന്ന് സെല്ലിങ്ങിലേക്കാണ് വരുന്നത്. വെയർ ഹൗസിന്റെ ചാർജ് എത്ര എമൗണ്ട് വരുന്നത്? വെയർ ഹൗസിന്റെ 500 രൂപ. 500 രൂപ. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പൊ ഇവിടെ വെയർ ഹൗസ് സെയിൽസ് ഉണ്ട്. ദെൻ കാരേജ് ഔട്ട്ബോർഡ്. കാരേജ് ഔട്ട്ബോർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളെ കമ്പനിയിൽ നിന്ന് ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പുറത്തേക്ക് പോകുമ്പോൾ ആ പുറത്തേക്ക് പോകുന്ന ഗുഡ്സിന്റെ എമൗണ്ട് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് കാരേജ് ഔട്ട്ബോർഡ് എന്ന്. അപ്പൊ കാരേജ് ഔട്ട്ബോർഡ് എത്ര? 375 രൂപ ഉണ്ട്. കാരേജ് ഔട്ട്വാർഡ് 375 രൂപ. അപ്പൊ ഇതൊക്കെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ ടോട്ടൽ എത്ര നോക്കാം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു 3875 രൂപ നമ്മൾ എന്ത് ചെയ്യുക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ എമൗണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ആഡ് ചെയ്യാം. ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ദെൻ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദി ടോട്ടൽ കോസ്റ്റ്. ഈ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് നമ്മൾ സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ദെൻ സെയിൽസ് എത്ര? സെയിൽസ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 1,89,500 രൂപ. 1,89,500 രൂപയാണ് സെയിൽസ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1,89,000 മൈനസ് 1,67,250. സോ നമ്മളെ പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുള്ളത്? 26,750 രൂപ. ടോട്ടൽ കോസ്റ്റ് കിട്ടി നമുക്ക്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കിട്ടി. ദെൻ നമ്മൾ വർക്ക് കോസ്റ്റ് കണ്ടെത്തി. ദെൻ ഇത് തന്നെ പറയുന്ന പേരാണ് എന്താ പറയാ? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ടോട്ടൽ പ്രൈം കോസ്റ്റ് കണ്ടെത്തി, വർക്ക് കോസ്റ്റ് കണ്ടെത്തി, അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കണ്ടെത്തി, ദെൻ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തി, ദെൻ ടോട്ടൽ കോസ്റ്റ് സെയിൽസ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പ്രോഫിറ്റും കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ ഈ കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്.